പത്തരമാറ്റിൽ ഇന്ന് ആരതിയൊഴിഞ്ഞ് നവ്യയെയും കുഞ്ഞിനെയും അനന്തപുരിയിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ്. ആ ചടങ്ങിനിടയിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ചന്തുമോളെ പറ്റിയുള്ള രഹസ്യം നമ്മുടെ കനകയും ഗോവിന്ദനും അറിയുന്നുമുണ്ട്. വീഡിയോക്കുള്ളിൽ പോകുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനന്തപുരിയിൽ നവ്യയെ കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങിനു വേണ്ടി പൂജ നടത്താനായി അവിടെ പുരോഹിതനൊക്കെ വന്നിട്ടുണ്ട്. പുരോഹിതൻ പറയുന്നുണ്ട്, ദേവയാനി താലമെടുത്ത് വേണം അമ്മയെയും കുഞ്ഞിനെയും അകത്തേക്ക് സ്വീകരിക്കാൻ. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, അല്ല സ്വാമി, അത് ചെയ്യേണ്ടത് പെൺകുട്ടിയുടെ അമ്മയല്ലേ? അപ്പോൾ സ്വാമി പറയുന്നുണ്ട്, ഐശ്വര്യമുള്ളവർ അത്തരം പ്രവൃത്തി ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ അമ്മയായ മരുമകളെ അമ്മായിയമ്മ സ്നേഹിക്കുന്നില്ല. അങ്ങനെ മനസ്സിനകത്ത് വെറുപ്പ് വെച്ചുകൊണ്ട് ആരതി ഒഴിഞ്ഞ് അകത്തോട്ട് ആനയെ കാത്തതാണ് നല്ലത്. അത് കേട്ട് മുത്തശ്ശനും പറയുന്നുണ്ട്, പുരോഹിതൻ പറഞ്ഞത് തന്നെയാണ് ശരി. ഈ വീട്ടിലെ മൂത്ത മരുമകൾ ദേവയാനിയല്ലേ? അപ്പോൾ അവൾ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കാറിൽ എല്ലാവരും എത്തുന്നുണ്ട്. കനകയും ഗോവിന്ദനും അടക്കം എല്ലാവരും ഉണ്ട്. പുരോഹിതൻ പറയുന്നുണ്ട്, അമ്മയും കുഞ്ഞും കുഞ്ഞിൻ്റെ അച്ഛനും പുറത്തു നിൽക്കട്ടെ, മറ്റുള്ള എല്ലാവരോടും അകത്തേക്ക് വരാൻ പറയൂ എന്ന് ജയനോട് പറയുന്നുണ്ട്. ജയൻ പോയിട്ട് അത് അവരോട് പറയുന്നുമുണ്ട്. എല്ലാവരും അങ്ങനെ അകത്തേക്ക് വന്നപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആരതി ഒഴിഞ്ഞ് നവ്യയെയും കുഞ്ഞിനെയും അകത്തേക്ക് സ്വീകരിക്കുക. അപ്പോൾ ജലജ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീയല്ല, ദേവയാനിയാണ് ആരതി എടുക്കുന്നത്. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, അതെന്താ, ഞാനല്ലേ അവളുടെ അമ്മ. അത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മൂത്ത മരുമകൾ ചെയ്താൽ മതി എന്നാ സ്വാമി പറഞ്ഞത്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഓ എന്നാ ആയിക്കോട്ടെ. അല്ലെങ്കിൽ ജലജയ്ക്ക് ആരതിയൊക്കെ ഒഴിഞ്ഞ് നവ്യയെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ആനയിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ദേവയാനി ആരതി എടുത്തു പോയി നവ്യയെയും കുഞ്ഞിനെയും ആരതിയൊക്കെ ഒഴിഞ്ഞ് അകത്തേക്ക് ആനയിക്കുന്നുണ്ട്. പിന്നീട് പുരോഹിതൻ അവരോട് പറയുന്നുണ്ട്, ഇനി ഭാര്യയും ഭർത്താവും കുഞ്ഞും കൂടി ഇങ്ങോട്ട് നിൽക്കുക എന്ന് പറഞ്ഞ് സ്വാമിയും അവരെ ആരതി ഒഴിയുന്നുണ്ട്. പക്ഷെ ആരതി ഒഴിയുന്നതിനിടയിൽ പ്രതീക്ഷിക്കാതെ അതിലെ ദീപം അണയുന്നത് കണ്ട് എല്ലാവരും വല്ലാതാകുന്നുണ്ട്. നവ്യക്ക് നല്ല പ്രയാസമാകുന്നുണ്ട്. ഈശ്വര എന്ന് വിളിക്കുന്നുണ്ട് നവ്യ. സ്വാമി പിന്നെയും ദീപം കത്തിക്കുന്നുണ്ട്. എന്നിട്ട് അഭിയോട് പറയുന്നുണ്ട്, ഇപ്പോഴും മനസ്സ് ശരിയല്ല അല്ലേ? അത് കേട്ട് അഭി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പിന്നെയും ചോദിക്കുകയാണ് പുരോഹിതൻ, അമ്മയോടും കുഞ്ഞിനോടും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട്, ഇല്ല എന്ന്. അപ്പോൾ സ്വാമി പറയുന്നുണ്ട്, അല്ല, നമ്മൾ ഈ വിളക്കൊക്കെ കൊളുത്തുമ്പോൾ ശക്തമായ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ വിളക്കൊക്കെ അണഞ്ഞു പോകും. അത് സാരമാക്കേണ്ടതില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ കാറ്റൊന്നുമില്ല, എന്നിട്ടും ആരതി അണഞ്ഞു. അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ അഭി ദക്ഷിണയൊക്കെ കൊടുക്കുന്നുണ്ട് പുരോഹിതന്. എല്ലാം കഴിഞ്ഞ് പുരോഹിതൻ അവിടുന്ന് പോകുന്നുണ്ട്. നവ്യക്കാണെങ്കിൽ സമാധാനമില്ല. നവ്യ അഭിയോട് ചോദിക്കുന്നുണ്ട്, എടാ, നീ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അഭി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അങ്ങേർക്ക് വട്ട. പിന്നീടാണെങ്കിൽ ചന്തുമോളെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ കനകയും ഗോവിന്ദനും അറിയുന്നുണ്ട്. അവരാണെങ്കിൽ അത് കേട്ട് സങ്കടപ്പെട്ട് കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് DNA ടെസ്റ്റ് റിസൾട്ടൊക്കെ അറിഞ്ഞ് ആദർശിൻ്റെ ഒരു വരവുണ്ട്. ഇതും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്